നമസ്കാരം. ഇന്ന് ഞാൻ പിക്ക് ലൈൻ ഇട്ടാൽ നല്ല പെയിനുണ്ട്, വീട്ടിലുണ്ട്. മുഖത്തൊക്കെ പാടുണ്ടല്ലേ, ദേഹത്തൊക്കെ ഉണ്ട്, ഭയങ്കര പെയിനാണ്. അപ്പം സത്യം പറഞ്ഞാൽ ഈ കിടക്കയിൽ കിടക്കുമ്പോൾ അല്ലെങ്കിൽ വേദന കൊണ്ട് കിടക്കുമ്പോൾ ഞാനൊരു പാട്ട് പാടി ആശ്വസിക്കാറുണ്ട്. നിങ്ങൾക്ക് പലർക്കും ഈ പാട്ട് അറിയാമായിരിക്കും, എങ്കിലും ഞാൻ എൻ്റെ രീതിയിലൊന്ന് പാടാം. ഇങ്ങനെ വേദന അനുഭവിക്കുന്നവർക്ക് ചിലപ്പോൾ ആശ്വാസമാകുമായിരിക്കുമല്ലോ. ഞാൻ വലിയ പാട്ടുകാരിയൊന്നുമല്ല കേട്ടോ. രോഗമെന്നെ പീഡിച്ചൻ, ദേഹം ക്ഷയിച്ചാലും രോഗമെന്നെ പീഡിച്ചൻ, ദേഹം ക്ഷയിച്ചാലും വേഗം വരുമെന്നാഥൻ, ദേഹം പുതുതാക്കിടാം. വേഗം വരുമെന്നാഥൻ, ദേഹം പുതുതാക്കിടാം. യേശുവിനടിസ്ഥാനം ആശയവനിലത്തെ, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. സോ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ. ബ്ലീഡിങ് ഉണ്ട് ചെറുതായിട്ട്, സോ പെയിനാണ്. ഗുഡ് നൈറ്റ്. നല്ല അടിപൊളിയായിട്ട് രേണുസുതി പാടിയല്ലേ. ഈ അവസ്ഥയിലും എന്ത് മനോഹരമായിട്ടാണ് രേണുസുതി ആ പാട്ട് പാടിയിരിക്കുന്നത് അല്ലേ. രോഗം ശരിക്കും ഒരു തെറ്റല്ല. എത്ര ചെറിയ കുഞ്ഞുങ്ങൾക്ക് പോലും ഈ അസുഖങ്ങൾ വരാറുണ്ടല്ലേ. പലരും കമൻ്റ് എഴുതി വേദനിപ്പിക്കാറുണ്ട്, നീ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷയാണ് നീ അനുഭവിക്കുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ കൊച്ചു കുട്ടികൾക്കൊക്കെ ഈ ക്യാൻസറും വലിയ വലിയ മാരക അസുഖങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ, അവരൊക്കെ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവർക്ക് ഈ അസുഖങ്ങളൊക്കെ വരുന്നത്? അതുകൊണ്ട് നിങ്ങൾ ഇനി ഇവരെ ദ്രോഹിക്കാതിരിക്കുക. അവരുടെ അസുഖം ഒന്ന് ഭേദമായിട്ട് അവർ തിരിച്ചു വരട്ടെ. നമുക്കിനി രേണുസുതിക്ക് പറയാനുള്ളത് എന്തുവാണെന്ന് കേട്ടിട്ട് വരാം. അപ്പം കൗൺസിലിംഗ് ഒക്കെ നടത്തി, കൗൺസിലിങ്ങിലൊക്കെയാണ് ഗുളിക തന്നത്. കാരണം എനിക്ക് ഈ സ്ട്രെസ്സ് താങ്ങാനായിട്ട് പറ്റുന്നില്ല, ഭയങ്കര സ്ട്രെസ്സാണ്. ഇനിയിപ്പം ഹോസ്പിറ്റലിൽ പോയി, ഇന്ന് എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണം. ഇവിടെ ബ്ലീഡിങ് ഉണ്ട്, ഈ ഒരു സംഭവത്തിന് ബ്ലീഡിങ് ഉണ്ട്. ഭയങ്കര പെയിനാണ്. കാരണം ഇത് ഇങ്ങനെ വന്ന് ഹാർട്ടിലേക്കാണ്. ഹാർട്ടിൻ്റെ ധമനി എന്ന് പറയല്ലേ, നിങ്ങൾക്ക് അറിയാമല്ലോ, ധമനി സിര നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് എനിക്ക് ഓർമ്മയില്ല. അപ്പം ധമനി മെയിൻ വലിയ കുഴലിലേക്കാണ് ഈ ഒരു ട്യൂബ് അല്ലെങ്കിൽ ഈ ഒരു കത്തീറ്റർ ചെന്നേക്കുന്നത്. കേട്ടല്ലോ പറഞ്ഞത്. അപ്പം ഇവർക്ക് ഒത്തിരി മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവർക്കുണ്ടായി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നം. ഒന്നാമത് ആരോഗ്യപരമായിട്ട് ഒത്തിരി വീക്കാണ് രേണുസുതി അല്ലേ. ഒരു പെൻസിൽ പോലിരിക്കുന്ന ഒരു അശ്വായ ഒരു സാധനം, അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. വലിയ ആരോഗ്യമൊന്നുമില്ലാത്ത ഒരു ശരീരമാണ്. അപ്പം ഈ അവസ്ഥയിൽ അവർ നേരത്തെ ചെയ്ത വീഡിയോസിൻ്റെ സബ്സ്ക്രിപ്ഷൻ്റെ ഒക്കെ പേരും പറഞ്ഞുകൊണ്ട് അവരെ ഇപ്പോഴും കമൻറ്റ് ബോക്സിൽ കൂടി ഉപദ്രവിക്കുന്നത് വളരെ തെറ്റായ ഒരു പ്രവണതയാണ് അല്ലേ. ഈ എന്നാ വെച്ചാൽ ഇവര് ദ്രോഹിച്ചെന്ന് പറയുന്ന ആ ബിഷപ്പ് രേണുസുതിക്കൊക്കെ വീട് വെക്കാൻ സ്ഥലം കൊടുത്തതിൻ്റെ പേരിൽ ഒത്തിരി പഴി കേട്ട ബിഷപ്പ് പോലും ക്ഷമിച്ച് ഇവരുടെ വീട്ടിൽ വരികയും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ വീട് വെച്ച് കൊടുത്ത ഫിറോസും ഇവരും തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായത് അല്ലേ. എന്നിട്ടും ഈ ഒരു സാഹചര്യത്തിൽ ഫിറോസും ഇവർക്ക് വേണ്ടി ഒരു വീഡിയോ ഇടുകയുണ്ടായി. അതുപോലെ തന്നെ ഒത്തിരി റിയാക്ഷൻ വീഡിയോസുകാർ ഇവരെ നെഗറ്റീവ് പറഞ്ഞവരൊക്കെയും ഇവരുടെ അസുഖങ്ങൾ വന്നപ്പോൾ അവരൊക്കെ ഒത്തിരി അനുകമ്പ കാണിക്കുകയുണ്ടായി. അതുപോലെ തന്നെയാണ് ഈ നെഗറ്റീവ് കമൻ്റ് ഇടുന്നവരോട് പറയാനുള്ളത്, ഇവർക്കൊക്കെ ഉണ്ടായ മുറിവിൻ്റെ അത്രയും ഒന്നും കാഴ്ചക്കാരായ നമുക്കുണ്ടായിട്ടില്ല അല്ലേ. നമ്മൾ ഇങ്ങനെ ഇരുന്ന് കളി കാണുന്ന ഒരു ടീം മാത്രമാണ്. അപ്പോൾ നമുക്ക് കുറച്ചൊക്കെ ഒരാളുടെ അവസ്ഥകൾ അറിഞ്ഞ് നമ്മൾ അത് പ്രവർത്തിക്കണം. ഈ സാഹചര്യത്തിൽ അവരെ ദ്രോഹിക്കാതെ
നെഗറ്റീവ് കമൻറ്റുകളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവർ ഹെൽപ്പ് ചെയ്യുക. ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പ്രാർത്ഥിക്കുക. ഈ ക്യാൻസർ എന്ന് പറയുന്ന അസുഖം ശത്രുക്കൾക്ക് പോലും വരാൻ പാടില്ലാത്ത ഒരു അസുഖമാണ്. ഈ അസുഖമൊക്കെ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ കുടുംബം കുളം തോണ്ടും. അതുപോലെ തന്നെ ആ രോഗിയുടെ അവസ്ഥ, ഈ കീമോയൊക്കെ ചെയ്യുമ്പം അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഭയാനകമായ പ്രശ്നങ്ങളൊക്കെയാണ്. ശരീരത്തിനുള്ള ബോഡി പെയിന് ഒക്കെ താങ്ങാൻ വലിയ ബുദ്ധിമുട്ടാണ്. എന്നിട്ടും ഈ അവസ്ഥയിലും വീഡിയോ ചെയ്ത് അവരിങ്ങനെ കണ്ടന്റ് ഇടുന്നുണ്ടെങ്കിൽ അവർക്ക് അത്രയ്ക്ക് ആവശ്യമുണ്ട്. അവർക്ക് മുന്നോട്ട് ജീവിക്കണം. ക്യാഷിനൊക്കെയുള്ള ഇപ്പം ചേച്ചിയാണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ജോലിക്കൊന്നും പോകാതെ രേണുസുധിയുടെ കാര്യങ്ങൾ നോക്കുകയാണ്. അപ്പോൾ അവർക്കൊരു വരുമാന മാർഗമാണിത്. ഈ സമയത്ത് എല്ലാവരും ഇവരെ സപ്പോർട്ട് ചെയ്യണം. നെഗറ്റീവ് കമൻറ്റുകളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. നമുക്ക് ബാക്കിയൊന്ന് കേട്ടിട്ട് വരാം. ഇപ്പം ഞാൻ പാടിയ യേശുവിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്ന പാട്ട് എല്ലാ ആത്മീയ മക്കളെയും അല്ലാത്ത എല്ലാ മനുഷ്യരെയും എല്ലാ മക്കളെയും സ്പർശിച്ചെന്ന് എനിക്കറിയാം. വേറൊരു പാട്ട് എന്നെ ആശ്വസിപ്പിക്കാനായിട്ട് ഞാൻ പാടും. ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകിയിടുന്ന ദൈവസ്നേഹത്തിൻ വൻ കൃപയെ ഒഴുകി ഒഴുകി അടിയനിൽ പെരുകേണമേ. സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരേണമേ, ഞാനോ കുറയണമേ. ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകിയിടുന്ന ദൈവസ്നേഹത്തിൻ വൻ കൃപയെ ഒഴുകി ഒഴുകി അടിയനിൽ പെരുകേണമേ. സ്നേഹസാഗരവാ. എനിക്ക് കിടന്നുകൊണ്ട് പാടുന്ന എന്നാന്ന് ചോദിച്ചാൽ എനിക്ക് എഴുന്നേക്കാൻ വയ്യാത്തതുകൊണ്ടാണ്. കീമോ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് എഴുന്നേക്കാൻ തന്നെ നിൽക്കാനുള്ള ജീവൻ എനിക്കില്ല. ചേച്ചിയാണ് പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നത്, ഫുഡ് തരുന്നതുമല്ല കേട്ടോ. അപ്പം രേണുസുധിക്ക് നല്ല ധൈര്യമുണ്ട്. രേണുസുധി തിരിച്ചു വരിക തന്നെ ചെയ്യും. എന്താന്ന് വെച്ചാൽ അവർക്ക് ജീവിക്കണം. റിതപ്പന് ഒരമ്മയുള്ളതാണ്. ആ കുഞ്ഞിന് ആ അമ്മയെ വേണം. അതുകൊണ്ട് അവര് തിരിച്ചു വരിക തന്നെ ചെയ്യും. അത് തിരിച്ചു വരാൻ നല്ല വിൽ പവർ ഉള്ള ഒരു സ്ത്രീ തന്നെയാണ് രേണുസുധി. അതുപോലെ തന്നെ ഇത്രയും ഈ കീമോ ഒക്കെ ചെയ്ത് വേദനയിൽ ഇങ്ങനെ കിടക്കുമ്പോഴും ആ പാട്ട് എന്ത് അതിമനോഹരമായിട്ടാണ് അവരത് പാടി വെക്കുന്നത് അല്ലേ. അപ്പം നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ശത്രുതയൊക്കെ വെടിഞ്ഞ് ഈ സമയത്ത് നമുക്ക് അവർക്ക് സപ്പോർട്ടായിട്ട് തന്നെ നിൽക്കാം. നമുക്ക് പൈസ കൊടുത്ത് ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും നമുക്ക് നമ്മളുടെ ഒരു പ്രാർത്ഥനയിൽ അവരെ നമുക്ക് ഓർത്ത് അവരുടെ അസുഖം ഭേദമാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതെല്ലാം ഭേദമായി രേണുസുധി ഇനിയും തിരിച്ചു വരട്ടെ.